എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ഫംഗ്ഷനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. സാധാ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസർ ഇൻപുട്ട് ചെയ്തു. യൂസർ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫംഗ്ഷൻസ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞു. എല്ലാവരും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ യൂസർ ഇൻപുട്ടും ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പും യൂസ് ചെയ്തൊന്ന് ചെയ്യുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. അതായത് യൂസർ ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ട് ആ നമ്പറിന്റെ ഫാക്ടോറിയൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. യൂസിങ് ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് ഞാൻ പറയുന്ന ആളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എങ്ങനെയാ ചെയ്തേന്ന്. സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്കത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവൂ. അപ്പൊ ഇത് ക്ലിയർ ആയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നത്. ഓക്കെ, ചെയ്യുക. ഫാക്ടോറിയൽ ഓഫ് നമ്പർ. ആരെങ്കിലും ചെയ്ത് ചെയ്തോ? ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതിനു മുന്നേ ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം.
please respond. Hello? Voice clear ആണ്. ഓക്കെ. പിന്നെ എന്താ നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? നിങ്ങൾക്ക് ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാമോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കുക. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്ന് പറയുക. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയുക. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തവർ മിസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. അല്ലാത്തവർ നോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. വിഷ്ണു ആൻഡ് അഭിഷേക് നിങ്ങൾ രണ്ടുപേരും ചെയ്തോളൂ. ബാക്കിയുള്ളവർ സോറി ആദർശ്, അഭിഷേക്, അൻസിയ. ബാക്കി ആരും ചെയ്തില്ലേ? ഓക്കെ. ഓപ്പൺ ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നിങ്ങളോട് ഞാൻ ഓരോരുത്തരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറയും. റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നവരോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയൂ. അരുൺ, അരുൺ, പ്ലീസ് റെസ്പോണ്ട്. അരുൺ, അൻസിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ചെയ്തേ.
അൻസിയ, നിങ്ങൾ ആരും എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്? അൻസിയ, ഹസ്ന, ഫസ്റ്റ് നമ്മള് ഇൻപുട്ട് കൊടുക്കാം. n equal to ഇൻപുട്ട് കൊടുക്കാം. അതിന്റെ ഫാക്ടോറിയൽ വൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫാക്ട് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ കണ്ടിന്യൂ യൂസ് ചെയ്തിട്ട് വൺ ടു n+1 വരെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് കൊടുത്തു. പിന്നെ അതുപോലെ ഫംഗ്ഷൻ കൊടുത്തു. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ എന്ന് പറഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അങ്ങനെ കൊടുത്തു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിച്ചു. ഓക്കെ. യൂസർ ഇൻപുട്ട് എവിടെയാ കൊടുത്തേ? യൂസർ ഇൻപുട്ട് എന്നില് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൽ ഓക്കെ ഓക്കെ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? തന്നെ ചെയ്തയാണോ? ഞാൻ യൂട്യൂബിൽ റെഫർ ചെയ്തത്. ഇപ്പോഴോ? ഇപ്പോഴെന്തിനാണ് റെഫർ ചെയ്തത്? നിങ്ങളോട് ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് റെഫർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബ് റെഫർ ചെയ്തോ? ഇപ്പൊ ലൈവ് ക്ലാസ് നടക്കുമ്പോൾ യൂട്യൂബ് റെഫർ ചെയ്യുന്നത് ശരിയാണോ? അല്ല. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും മെഷീൻ ടെസ്റ്റ് നടത്തിയിരിക്കും, ഉടനെ നടത്തും. മൺഡേ ഞാൻ മെഷീൻ ടെസ്റ്റ് നടത്തുവാണ്. ഓക്കെ. ലൈവായിട്ട് ക്വസ്റ്റ്യൻ തരും. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാം ഇട്ടാൽ മതിയായിരുന്നല്ലോ ഡയറക്റ്റ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി തരാം, തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ ആ, ലേറ്റ് ആയിട്ട് വന്ന് കേറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്ത പിന്നെ റെക്കോർഡ് ക്ലാസ് വീണ്ടും നോക്കിയില്ലായിരുന്നു. കുഴപ്പമില്ല ഹസ്ന. ഹസ്നാനെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഈ ക്ലാസ്സിലെ വേറെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. തന്നെ എല്ലാവരും. ഫിബൊനാക്കി സീരീസ് എന്താണെന്ന് അറിയാവോ? ഫിബൊനാക്കി സീരീസ് എന്താണെന്ന് അറിയാവോ? നിങ്ങള് അവര് ഓക്കെ അറിയാം. അപ്പൊ അറിയാത്ത ആരും ഇല്ല. കാര്യം അറിയാവുന്ന ഒരാൾ പറഞ്ഞു. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫിബൊനാക്കി സീരീസ് എനിക്കൊരു 10 ഫിബൊനാക്കി സീരീസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തേ. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എത്ര വട്ടം മനസ്സിലാവുന്ന അത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഫിബൊനാക്കി സീരീസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആ പറഞ്ഞോളൂ. അതല്ല, ഫിബൊനാക്കി സീരീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ട് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 0 കഴിഞ്ഞ് 1, 0+1 1. അപ്പൊ നെക്സ്റ്റ് സീരീസ് 1 വരും. പിന്നെ ലാസ്റ്റത്തെ രണ്ട് 1 ആണ്. സോ 1+1 2. നെക്സ്റ്റ് സീരീസ് 2 പോകും. പിന്നെ ലാസ്റ്റ് രണ്ട് 1 2 ആയതുകൊണ്ട് 1+2 3. അങ്ങനെ പോകും. 0 1 1 2 3 5 ഇങ്ങനെ പോകും. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ് ഫിബൊനാക്കി സീരീസ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ തരുന്നത്. അതാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിക്കുന്നത്. നിങ്ങൾ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ChatGPT എന്തെങ്കിലും നോക്കുവാണെങ്കിൽ നിങ്ങൾ അത് നോക്കി അങ്ങ് പഠിച്ചു വെക്കും. അല്ലാതെ അത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കില്ല. ഓക്കെ. അതാണ് തന്നെ ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ടഫ് ടോപ്പിക് ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഊപ്സ് കൺസെപ്റ്റ്, അറേസ്, ലാംഡ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് പഠിക്കാൻ. അപ്പൊ അതിന് മുമ്പേ ഈ ഫങ്ഷൻ ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ. ചെയ്ത് നോക്കുക ഫിബൊനാക്കി സീരീസ്.
ഓക്കെ. കിട്ടാത്തവരാണെങ്കിലും കിട്ടിയ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ഡിജിറ്റ്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 0, 1, 1, 2, 3, 5 ഇതാണ് ആ ഒരു ഫിബൊനാച്ചി സീരീസ്. ഓക്കെ. അപ്പോ നമ്മൾ ഇപ്പോ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എത്രയാണോ അത്രയും നമ്പർ വരെ നമുക്ക് ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്ത് കിട്ടുക. അതാണ് നമുക്ക് വേണ്ടത്. സോ ഞാനൊരു ഫംഗ്ഷൻ കൊടുത്തു. fib എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുത്തു. അതിലേക്ക് n പാസ് ചെയ്തു. ഈ n ആണ് നമുക്ക് എത്ര വരെ വേണം ആ നമ്പർ എത്ര. ഇപ്പൊ 5 കൊടുക്കുന്നെങ്കിൽ 5 സീരീസ് കിട്ടും. 10 കൊടുക്കുന്നെങ്കിൽ 10 സീരീസ് കിട്ടും. ഓക്കെ. 10 വരെയാണ് കിട്ടുന്നത്. അല്ലാതെ 10 നമ്പർ വരെയല്ല. 1, 2, 3 അങ്ങനെ 10 വരെ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായാലും 0 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് വാല്യൂ 1 വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 0യും 1ഉം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സീരീസ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 0 എന്ന് പറഞ്ഞൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 1 എന്ന് പറയുന്ന വാല്യൂവും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 0യും 1ഉം ഉണ്ടെങ്കിൽ തന്നെ ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ആ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഏത് നമ്പർ വരെ വേണം, അല്ലെങ്കിൽ 10 വരെ വേണമെങ്കിൽ ആ 10 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആ ഫോർ ലൂപ്പ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എയിൽ എന്താണോ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആദ്യം പ്രിന്റ് ചെയ്യണം. എ 0 ആണ്, ഫസ്റ്റ് 0 പ്രിന്റ് ചെയ്യണം. എന്നിട്ട് സി പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. എയുടെ വാല്യൂ എന്താണ് 0, ബിയുടെ വാല്യൂ 1. അതാണ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് സിയിലേക്ക് വെച്ചു. ഓക്കെ. അത് എയുടെ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്തു, ബിയിലേക്ക് സി അസൈൻ ചെയ്തു. അപ്പൊ ആ ഒരു ലോജിക്ക് നിങ്ങൾ എഴുതി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. 0, 1 എന്ന് പറയുമ്പോൾ 0 പ്ലസ് 1 ആണ് അടുത്ത സീരീസ്, 1 പ്ലസ് 1 ആണ് അടുത്ത സീരീസ്, അങ്ങനെ 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 പോകും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എന്നിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്തു, ദെൻ അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ നമുക്ക് ഞാനിപ്പോ എന്നിന്റെ വാല്യൂ 8 ആ കൊടുത്തത്. സോ 13 വരെ നമുക്ക് എന്ത് കിട്ടി, ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ. ലൂപ്പ് മീൻസ് ഫോർ ഐ ഇൻ റേഞ്ച് n ആണ് കൊടുത്തിരിക്കുന്നത്. n എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ഇപ്പൊ ഞാൻ 5 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് 5 വരെ ഐ എന്താവും, പോകും. ആദ്യം ഐയുടെ വാല്യൂ 0, ദെൻ 1, അത് കഴിഞ്ഞ് അടുത്ത സീരീസ് 0 പ്ലസ് 1 ആണ്. സോ അങ്ങോട്ട് പോകും. അങ്ങനെ എവിടം വരെയാണോ നമ്മൾ കൊടുക്കുന്നത് അവിടം വരെ ഫോർ ലൂപ്പിൽ ഐ ഇറ്ററേറ്റ് ചെയ്യും. മനസ്സിലായോ? ദെൻ ആദ്യം എ പ്രിന്റ് ചെയ്ത് വരും. ദെൻ എയും ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും സിയിലേക്ക് അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ. ആ പറഞ്ഞോളൂ.
എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1. ആദ്യം പ്രിന്റ് ചെയ്തു. എയുടെ വാല്യൂ 0 ആണ്, സി പ്രിന്റ് ചെയ്തു. സോറി, എയുടെ വാല്യൂ 0 ആണ്, 0 പ്രിന്റ് ചെയ്തു. ദെൻ സിയിലേക്ക് എനെയും ബിനെയും നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് ലൂപ്പില് പ്രിന്റ് ചെയ്ത് കിട്ടും. സ്ട്രിങ് നോക്കാം. എഫ് സ്ട്രിങ് എന്താണെന്ന് അറിയാവോ? എഫ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് ഫോർമാറ്റിംഗ് എന്ന് പറയും. അതായത് നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് അസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എഫ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഫോർമാറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് സ്ട്രിങ് ആണ്. സോറി, എഫ് ആണ്. എഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രിങ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ വെർഷൻ പൈത്തന്റെ ഇപ്പോഴത്തെ ഈ 3.14 എന്ന് പറയുന്ന വെർഷൻ കഴിഞ്ഞ് 3.6 എന്ന് പറയുന്ന ഒരു വെർഷൻ ഇറങ്ങിയപ്പോൾ കണ്ടുപിടിച്ചതാണ് ഈ എഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ എഫ് സ്ട്രിങ് അല്ലെങ്കിൽ ഈ സ്ട്രിങ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി റീഡബിലിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എഫ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. എഫ് സ്ട്രിങ് യൂസ് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ എഫ് സ്ട്രിങ് ഇല്ലാതെ നമുക്ക് സാധാരണ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ എഫ് സ്ട്രിങ് കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അതിന് വേണ്ടിയിട്ട് ഞാൻ നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് പൈത്തൺ എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുത്തു. ദെൻ അടുത്തത് വെർഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് 3 കൊടുത്തു. അപ്പൊ ഇത് ഞാൻ എഫ് സ്ട്രിങ് യൂസ് ചെയ്ത് ചെയ്യുവാണ്. ഡയറക്റ്റ് പ്രിന്റിൽ കൊടുക്കുന്നു. പ്രിന്റ് ഓഫ് എഫ് കൊടുത്തു. എഫ് സ്ട്രിങ് കൊടുക്കുന്നതിന് മുന്നേ പ്രിന്റിനുള്ളിൽ എഫ് കൊടുക്കുക. ഇനി നെയിം ഈസ് പൈത്തൺ ആയതുകൊണ്ട് തന്നെ ഞാൻ കേളി ബ്രേസിനുള്ളിൽ വേരിയബിൾ നെയിം കൊടുക്കുന്നു. ഓക്കെ, വേരിയബിൾ നെയിം ഇതിനുള്ളിൽ തന്നെ കൊടുക്കാം. എന്നിട്ട് ആഡ് വേർഷൻ ഈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വെർഷന് നമുക്ക് എന്ത് ചെയ്യാം, കേളി ബ്രേസസിനുള്ളിൽ വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് വാല്യൂ ആണോ അവിടെ ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി വന്ന് ഈ വേരിയബിളിനുള്ളിൽ സ്റ്റോർ ചെയ്ത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. സാധാരണ ഇതിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എഫ് സ്ട്രിങ് ഈ ഒരു റേഞ്ചിൽ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, നെയിം ഈസ് പൈത്തൺ ആൻഡ് വേർഷൻ ഈസ് 3. അപ്പൊ ഇങ്ങനെയല്ല, ഇപ്പൊ 2 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് ആ നമ്പറിനെ നമുക്ക് ഡയറക്റ്റ് തന്നെ സ്ക്വയറിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഫംഗ്ഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യുവാണേ. n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എന്റർ ദി നമ്പർ. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് വെക്കുവാണേ. s ഈക്വൽ ടു n*2 വെച്ച് ഞാൻ അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാനത് പ്രിന്റ് ചെയ്യുക. ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് എഫ് സ്ട്രിങ് കൊടുക്കുന്നു. എന്നിട്ട് കോഡ്സിൽ കൊടുക്കുന്നു സ്ക്വയർ ഈസ് കേളി ബ്രേസിൽ എന്ത് ചെയ്യുക, എസ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതെന്ത് ചെയ്യും, നേരെ ഈ എസ്സിൽ വന്ന് സ്റ്റോർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും കോമ ഇട്ടിട്ട് ആ വേരിയബിൾ നെയിം കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ എന്ന്. പക്ഷെ മൾട്ടിപ്പിൾ വേരിയബിൾസ് വരുമ്പോഴും നമുക്ക് ഇതുപോലെ എഫ് സ്ട്രിങ് യൂസ് ചെയ്ത് കേളി ബ്രേസസിനുള്ളിൽ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിനുള്ളിൽ നമുക്ക് കിട്ടും. ഇവിടെ നമ്പർ ഇൻപുട്ട് ചെയ്താൽ അത് നേരെ എന്താവും, സ്ക്വയർ 49. എന്താണോ എഫ് സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വന്ന് സ്റ്റോർ ആയിട്ട് നമുക്ക് ഇതുപോലെ റിട്ടേൺ ചെയ്ത് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും ഈ ലൈവ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ട്രിങ് ഫോർമാറ്റിംഗ് എന്നൊക്കെ പറയും. അതായത് ഈ എഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഫ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ, നെയിമിലേക്ക് പൈത്തൺ സ്റ്റോർ ചെയ്ത് വെച്ചു, വെർഷൻ 3 കൊടുത്തു. എന്നിട്ട് പ്രിന്റ് എഫ് ഓഫ് നെയിം ഈസ് എന്ത് നെയിം ആണോ അത് കൊടുത്തു, ആൻഡ് വെർഷൻ ഈസ് എന്ത് വെർഷൻ ആണോ അത് കേളി ബ്രേസസിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് അതുപോലെ റിട്ടേൺ ചെയ്ത് കിട്ടും. റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇത് രണ്ടും എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതി ചെയ്യുക. നിങ്ങളുടെ നെയിമും നിങ്ങളുടെ ഏജും വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതെ അതെ, അതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ റീഡബിലിറ്റി ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നമുക്ക് ഇതിനുള്ളിൽ തന്നെ കോമയുടെ ഒന്നും ആവശ്യമില്ലാതെ അതിനുള്ളിൽ തന്നെ ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു കേളി ബ്രേസ് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു എഫ്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ തരാം, അത് രണ്ടും കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു നമ്പർ കൊടുക്കുക, ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഒരു പിരമിഡ് പ്രിന്റ് ചെയ്യിക്കുക. ഏത് പിരമിഡും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പിരമിഡ് പ്രിന്റ് ചെയ്യിക്കുക യൂസിങ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് പിരമിഡ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ റൈറ്റ് ആംഗിളോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഫംഗ്ഷനുള്ളിൽ ചെയ്യാന്നേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് പറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നമ്പർ കൊടുക്കുക, ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രൈം നമ്പറിന്റെ പ്രോഗ്രാം ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം നമ്മൾ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടില്ലല്ലോ. സോ അത് അല്ലാതെ ചെയ്താൽ മതി. പക്ഷേ പിരമിഡിൻ്റെത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ